അമേരിക്കയിലെ ഒരു ബഹിരാകാശ കമ്പനിയാണ് ആക്സിയോം സ്പേസ്. ഇവരുടെ നാലാമത്തെ ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം 4 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ജൂൺ 8 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് പുറപ്പെടും. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ 9 എന്ന റോക്കറ്റും ഫാൽക്കൺ എന്ന പേടകവുമാണ് ഈ ദൗത്യത്തിനായി ഉപയോഗിക്കുന്നത്. 1984 ഏപ്രിൽ 3 രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തിയതിനു ശേഷം 40 വർഷങ്ങൾക്കിപ്പുറം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ മിഷനുണ്ട്. ഇന്ത്യക്കാരനായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ് ആക്സിയം 4 എന്ന പ്രോജക്റ്റിന്റെ മിഷൻ പൈലറ്റ്. 2000-ലധികം മണിക്കൂറുകൾ വിമാനം പറത്തി അനുഭവ പരിചയമുള്ള അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആക്സിയം 4 യാത്ര തിരിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ്. നമുക്കറിയാം, ഭൂമിയെ ചുറ്റുന്ന ഏറ്റവും വലിയ മനുഷ്യവാസ യോഗ്യമായ സ്പേസ് ക്രാഫ്റ്റ് ആണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇതിന്റെ ആദ്യത്തെ മൊഡ്യൂൾ വിക്ഷേപിക്കപ്പെട്ടത് 1998-ലാണ്. 400 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഒരു ദിവസം 16 തവണ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നിവ സംയുക്തമായാണ് ISS വിക്ഷേപിച്ചത്. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയതിനു ശേഷം 40 വർഷം കഴിഞ്ഞാണ് ശുഭാംശു ശുക്ല പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കൽപ്പന ചൗളയും സുനിത വില്യംസും ഓടിയെത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവരൊക്കെ ഇന്ത്യൻ വംശജരായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അവർക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്നില്ല.